ഡി അഡിക്ഷൻ സെന്ററുകൾ നിറഞ്ഞു കവിയുന്നു എന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ ഒരുപാട് കേട്ടല്ലേ. പണ്ടൊക്കെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിരുന്നത് മദ്യം, സിഗരറ്റ് പോലുള്ള ലഹരികളായിരുന്നു. അതിൽ വളരെ ചുരുക്കം കഞ്ചാവ് കേസുകളും കാണുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അവയുടെ കൂടെ ഏറ്റവും കൂടുതൽ കാണുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് ആയിട്ടുള്ള MDMA, കൊക്കെയിൻ, LSD പോലുള്ള ലഹരി വസ്തുക്കളാണ്. ഇതിലെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മദ്യപിക്കുന്നവരിലൊക്കെ വളരെ ചുരുക്കം പേരെങ്കിലും അത് അഡിക്റ്റഡ് ആവാതെ ഉപയോഗിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യുവാക്കളോ കൗമാരക്കാരോ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തോ അല്ലെങ്കിൽ അബദ്ധവശാലോ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒറ്റ തവണ ഉപയോഗിച്ചാൽ തന്നെ അതിന് അഡിക്റ്റഡ് ആകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. മദ്യം, സിഗരറ്റ് പോലുള്ള ലഹരി വസ്തുക്കൾ അത് ഉപയോഗിക്കുന്നവരെ സ്മെല്ല് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സിന് സ്മെല്ലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ അത് ഉപയോഗിച്ചാൽ പോലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇതിന്റെ രൂപവും സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഗ്ലൂക്കോസ് പൗഡറൊക്കെ പോലെയുള്ള പൊടിയുടെ രൂപത്തിലും സ്റ്റിക്കറിന്റെ രൂപത്തിലും ഒക്കെ ആയിരിക്കും ഇതുണ്ടായിരിക്കുക. ഏതെങ്കിലും ഒരു കൊലപാതകം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടുള്ള വലിയ വലിയ അക്രമങ്ങൾ നടക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ലഹരിക്കെതിരെ സംസാരിക്കേണ്ടത്. ഇത് നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് എന്ന സത്യം മനസ്സിലാക്കി ഇതിനെതിരെ, ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കും വരെ സംസാരിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ നാടിന് ഇതിൽ നിന്നൊരു രക്ഷയുള്ളൂ.